മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാമെന്നതാണ്. വളരെ സിമ്പിൾ ട്രിക്സിലൂടെ നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വർദ്ധിപ്പിക്കാൻ കഴിയും. എങ്ങനെയാണ് ഈ ഒരു ട്രിക്സിന്റെ വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, എങ്ങനെയാണ് ഈ ഒരു ട്രിക്സിന്റെ വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫോണിന്റെ ഫോൺ മെമ്മറി എങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് വർദ്ധിപ്പിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ ചില നോട്ടിഫിക്കേഷനുകൾ വരാറുണ്ട്. മെമ്മറി സ്പേസ് ഫുള്ളാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില നോട്ടിഫിക്കേഷനുകൾ വരാറുണ്ട്. അത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ഒഴിവാക്കാൻ കഴിയും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഈ ഒരു ട്രിക്സ് ഉപയോഗിച്ച്. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഫോണിലെ ഗാലറിയിലോ അതുപോലെ തന്നെ മറ്റു എവിടെയും ഒരു ഫയലോ മറ്റു ആപ്ലിക്കേഷനുകളോ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് ഫോൺ മെമ്മറി ഫുള്ളാണെന്നുള്ള പറഞ്ഞുള്ള മെസ്സേജുകൾ വരാറുണ്ട്. അത്തരത്തിലുള്ള മെസ്സേജുകൾ എങ്ങനെ നമുക്ക് ഇല്ലായ്മ ചെയ്യാമെന്നതും ഈ ഒരു ട്രിക്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സിമ്പിൾ മെത്തേഡിലൂടെ എങ്ങനെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാമെന്ന് നോക്കാം. അതിനായി നമ്മൾ ചെയ്യുന്നത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആപ്ലിക്കേഷൻ ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം സി ഓൾ ആപ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ നമ്മളിവിടെ ഓപ്പൺ ചെയ്യുന്നു. ഞാനിവിടെ യൂട്യൂബ് ആദ്യം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്യാഷ് മെമ്മറി 20 MB ക്യാഷ് മെമ്മറി ആയിട്ട് 20 MB ഇവിടെ എന്തുണ്ട് എക്സ്ട്രാ പോയിട്ടുണ്ട്. ഞാനിവിടെ ക്ലിയർ ക്യാച്ച് എന്ന ഭാഗത്ത് കൊടുക്കുന്നു. ക്ലിയർ സ്റ്റോറേജ് ഒരിക്കലും കൊടുക്കരുത്. ക്ലിയർ ക്യാച്ച് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ക്യാഷ് മെമ്മറി ഇവിടെ 0 ബൈറ്റ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ബാക്കോട്ട് വരുന്നു. ഇനി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഗൂഗിൾ ക്രോം എന്ന് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ കൂടുതലായി സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനാണ്. ഞാൻ ഇതിൻ്റെ സ്റ്റോറേജ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാം ക്യാഷ് മെമ്മറി 480 MB എന്ന്. ഇത്രയും ക്യാഷ് മെമ്മറി ഫ്രീ ആയിട്ട് നമ്മുടെ സ്റ്റോറേജ് ഈ ഒരു ക്രോം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ക്ലിയർ ക്യാഷ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. സ്റ്റോറേജ് എന്ന ഭാഗം ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജ് നമ്മൾ ഈ ഗൂഗിൾ ക്രോമിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള പാസ്വേഡുകൾ ആയിക്കോട്ടെ അതുപോലെ തന്നെ മെയിൽ അഡ്രസ്സുകൾ ആയിക്കോട്ടെ അങ്ങനെ നമ്മൾ സേവ് ചെയ്ത എല്ലാ കാര്യവും തന്നെ ക്ലിയർ ആയി പോകുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും ക്ലിയർ സ്റ്റോറേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാതെ ക്ലിയർ ക്യാഷ് എന്ന ഭാഗത്ത് മാത്രം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ ബാക്കോട്ട് വരുന്നു. ശേഷം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഞാനൊന്ന് ഓപ്പൺ ചെയ്യുന്നു. സ്റ്റോറേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം ക്യാഷ് എന്ന ഭാഗത്ത് 232 MB ക്യാഷ് മെമ്മറി ആയിട്ട് പോയിട്ടുണ്ട്. ഞാനിവിടെ അതും ക്ലിയർ ചെയ്യുന്നു. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഏതാണോ അതെല്ലാം നമ്മൾ തിരഞ്ഞു പിടിച്ച് സ്റ്റോറേജ് ക്ലിയർ ക്യാഷ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ക്യാഷ് മെമ്മറി നിങ്ങൾ ശ്രദ്ധിച്ചോ? 1.31 GB ഗൂഗിൾ പ്ലേ സ്റ്റോർ മാത്രം എടുത്തിട്ടുണ്ട് ക്യാഷ് മെമ്മറി ആയിട്ട്. അത് നമ്മൾ ക്ലിയർ ചെയ്യുന്നു. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുന്നു. നമുക്ക് ക്യാഷ് മെമ്മറി ആയിട്ട് 370 MB ഇൻസ്റ്റാഗ്രാം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ക്ലിയർ ചെയ്യുന്നു. നമ്മുടെ ഫോണിലെ ഒരുപാട് സ്പേസ് ഏകദേശം 2 GB മുകളിലുള്ള സ്പേസ് ഇപ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യാറുണ്ട്, മെമ്മറി ഫുൾ എന്ന് കാണിക്കാറുണ്ട്. നമ്മുടെ ഫോണിലെ ഗാലറിയിൽ ചിലപ്പോൾ ഒരു ഫോട്ടോ ഉണ്ടായിരിക്കില്ല, ഒരു ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവില്ല. എന്നിട്ടും നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് കപ്പാസിറ്റി കുറവാണെന്ന് കാണിച്ച് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഒരു ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. എങ്ങനെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ സിമ്പിൾ ആയിക്കൊണ്ട് വർദ്ധിപ്പിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളോ അതുപോലെ നിർദ്ദേശങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.